ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കിവി കൊണ്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സാഗോ സീഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു കപ്പ് എടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് ഒക്കെ വേണം കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ സാഗോ സീഡ്സ് ആണെങ്കിലും നമുക്ക് ഇത്ര നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 10-15 മിനിറ്റ് ഒക്കെ മതിയാവും. നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കിവി എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കിവി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 കിവിയൊക്കെ മതിയാവും കേട്ടോ. ഇത് നമ്മളിനി നടുക്ക് മുറിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതെടുക്കുമ്പോൾ നല്ല പഴുത്ത കിവി നോക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുളിയുള്ള കിവി ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കിവി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ, നല്ല പഴുത്ത മാങ്ങയോ അല്ലെങ്കിൽ തണ്ണിമത്തനോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ കിവി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് എല്ലാതും ഒരുമിച്ച് തന്നെ നമ്മൾ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കിവി പൊതുവേ പുളിയുള്ളൊരു ഫ്രൂട്ടാണല്ലോ, പക്ഷേ ഇത് നല്ല പഴുത്ത കാരണം ഇത് അത്ര പുളിയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇനി നമ്മളെല്ലാതും ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ കിവി എല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കിവി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയ നാളികേരം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1.5 കപ്പായാലും മതി കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചിട്ട് ഇത് നമുക്ക് അരിച്ചിട്ട് ഇതിൻ്റെ പാല് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്കസ് സീഡ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള സാഗോ സീഡ്സ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം കുറുകിയിട്ടാണുള്ളത്, അത് കാരണം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള നമ്മളെ സാഗോ സീഡ്സ് നമ്മൾക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സാഗോ സീഡ്സ് മുഴുവനായി നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മളിതിൽ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം കേട്ടോ. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന നമ്മൾ ആ കസ്കസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കിവി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത്രയ്ക്കുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.